ഇന്ന് ഞാൻ ഒരുപാട് സന്തോഷത്തിലാണ്. വേറെ ഒന്നല്ല, നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു ഒരു വാഴക്കുല വെട്ടുന്നതിന്റെ. അപ്പം ഞങ്ങളുടെ നാട്ടിൽ ആ വാഴക്കുലയ്ക്ക് പറയുന്ന പേര് പാറ്റാനിക്കുലാന്നും മെഴുതിരിപ്പഴെന്നും പെൻസിൽ പഴം എന്നൊക്കെയാണ് പറയുന്നത്. നമ്മൾ വീഡിയോയിൽ ലാസ്റ്റ് ചോദിച്ചിരുന്നു എല്ലാവരും ഇതിന്റെ പേരൊന്ന് കമന്റ് ചെയ്യണം, നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഇതിന് പറയുന്നതെന്ന്. ഇഷ്ടം പോലെ ആളുകൾ കമന്റ് ചെയ്തിട്ടുണ്ട്. അപ്പം കുറേ ആളുകൾ, നമ്മൾ പ്രതീക്ഷയിലും കൂടുതൽ ആളുകൾ അവരുടെ നാട്ടിൽ പറയുന്ന പേരൊക്കെ കമന്റ് ചെയ്ത് അത് കണ്ടപ്പോണ്ടല്ലോ ഒരുപാട് സന്തോഷമായി. നമ്മൾ ചോദിച്ചൊരു കാര്യത്തിന് നമ്മളെ വീഡിയോക്ക് ഇത്രയും ആളുകൾ കാണുന്നുണ്ട് എന്നൊക്കെ നമുക്ക് ഇങ്ങനെയൊക്കെ കമന്റ് വരുമ്പോഴാണ് മനസ്സിലായത്. നമ്മൾ സാധാ വീഡിയോ ചെയ്യും, അതിന് കമന്റ് വരും, അപ്പൊ നല്ല മറുപടി നമ്മൾ കൊടുക്കും. ഇങ്ങനെ ചോദിച്ചൊരു കാര്യത്തിന് ഇത്രയും ആളുകളൊക്കെ അതിന് കറക്റ്റായിട്ട് മറുപടി ഇഷ്ടംപോലെ കമന്റ്, ഫേസ്ബുക്കിലായാലും യൂട്യൂബിലായാലും ഒക്കെ ഒരുപാട് കമന്റ് വന്ന്. അപ്പൊ എന്തായാലും നല്ല സന്തോഷമാണ്. നമുക്ക് ഈ കമന്റ് ഒക്കെ ചെയ്യുമ്പോഴേ നമുക്കുള്ള ഒരു ഗുണം എന്താ വെച്ചാൽ നമ്മൾ കുറച്ചും കൂടെ നമ്മൾ അടുക്കും. ഇപ്പൊ ഞാൻ ഇപ്പൊ ചെയ്യുന്ന കാര്യങ്ങൾ കൃഷിയാണ്. അപ്പൊ ഇതിന് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ചിലതൊക്കെ തെറ്റും കാര്യങ്ങളൊക്കെ വരും, ചിലത് നല്ലതായിരിക്കും, ചിലത് അതിന് തെറ്റാക്കേണ്ടതാക്കി നിങ്ങൾ ചൂണ്ടിക്കാണിച്ച് കമന്റ് ചെയ്യുകയാണെങ്കിൽ അത് എനിക്കൊരു ഉപകാരമാണ്. നിങ്ങളൊരു ഐഡിയ ഒക്കെ എനിക്ക് പറഞ്ഞു തരുമ്പോൾ എന്ത് ചെയ്യുക, നമുക്ക് ഷെയർ ചെയ്ത് പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചിലവ് ചുരുക്കി ചെയ്യാനും ഒക്കെ സാധിക്കും. അതിനൊക്കെ ഈ കമന്റ് ഒരുപാട് ഉപകാരപ്പെടും കേട്ടോ. അപ്പൊ എന്ത് ഇനിയും നിങ്ങളെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ എനിക്ക് തരിക. ഇന്നത്തെ നമ്മളെ പണി എന്താണെന്ന് കാണിച്ചു, പണിയല്ല, ഇന്നൊരു വിളവെടുപ്പാണ്. ഇപ്പൊ നല്ല വെയിലുണ്ട്, അതാണ് കണ്ണൊക്കെ അടഞ്ഞു, നല്ല കുത്തുന്ന വെയിലാണ്. അപ്പൊ മഴക്കാറുള്ളതുകൊണ്ട് വെയിലിന് കുറച്ച് ചൂട് കൂടുതലാണ്. നമ്മളതാ തേങ്ങയ്ക്കൊക്കെ നല്ല ഉപകാരം കേട്ടോ. തേങ്ങ ആയിട്ടില്ല, 1-2 വെയിലും കൂടെ കിട്ടണം. നമ്മളിങ്ങനെ പൊട്ടിക്കുമ്പോൾ കണ്ടില്ല, ഇങ്ങനെ ചതയാണ്, ശരിക്കും നല്ല പൊട്ടി വരും. അതൊന്നും കൂടി ചൂടായാലും ചതച്ചിൽ വരും, തണുത്താലൊന്നും പൊട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ ആയിക്കഴിഞ്ഞാൽ സെറ്റാവും. മഞ്ഞളിനൊക്കെ ഈ വെയിൽ നല്ല ഉപകാരം കേട്ടോ. വെയിൽ കാരണം വെയിൽ കൂടുതലാണെങ്കിലും ഇങ്ങനത്തെ കാര്യത്തിനൊക്കെ മുണക്കാനുള്ളത്. അപ്പുറത്ത് കണ്ടില്ലേ ലൈബീരിയൻ കാപ്പിയൊക്കെ, അത് കളർ മാറിയിട്ടോ, കാപ്പിയൊക്കെ അങ്ങനെ കറുത്ത് തുടങ്ങിയിട്ടുണ്ട്. നമ്മളെ റോബസ്റ്റ് ആവുന്ന അത്ര സ്പീഡിൽ ഇതിങ്ങോട്ട് ആയി കിട്ടൂല. അപ്പം നമ്മളെ ഇന്നത്തെ വിളവെടുപ്പ് എന്താണെന്ന് കാണിച്ചു കൊടുക്കുക. ഇതാണ് നമുക്കിന്ന് വിളവെടുക്കാനുള്ളത്. നമ്മൾ ഇതിന് മുന്നൊക്കെ ഇതിന്റെ വീഡിയോ കാണിച്ചാണ് നമ്മുടെ ചട്ടിയിൽ നട്ട ക്യാരറ്റ് കേട്ടോ. ഇതാ കുറച്ച് ചട്ടിയിലുള്ളൂ. അപ്പൊ ക്യാരറ്റിന്റെ ഉള്ളിലെ അവസ്ഥയൊക്കെ ഇതിന് മുന്നേ നമ്മൾ ക്യാരറ്റ് പറിച്ചപ്പോൾ കുറച്ച് ഉരുണ്ട ക്യാരറ്റൊക്കെ കിട്ടിയത്, അതിന് ശേഷം നമ്മൾ നട്ടുകൊടുത്ത ക്യാരറ്റാണ്. ഇപ്പൊ നമ്മളെ ക്ലൈമറ്റ് ഒക്കെ ഏകദേശം മാറി, തണുപ്പൊക്കെ വിട്ടുപോയി. അപ്പം അപ്പോഴത്തേക്ക് ഇത് വിളവെടുക്കാനായിട്ടുണ്ട്. അപ്പൊ നല്ല വെയിലായതുകൊണ്ട് നമുക്ക് ഇതൊരു തണുപ്പുള്ള സ്ഥലത്തേക്ക് വെച്ചിട്ട് അവിടെ വിളവെടുക്കാം. മറ്റേത് ഇവിടെ കുഞ്ഞോളെ വീഡിയോ എടുത്ത് തന്നിട്ട് ഉരുകി പോകും, അത്രയും വെയിലാണ്. നമുക്ക് നമ്മളെ മുറ്റത്തിന്റെ ഒരു സൈഡ് കൊണ്ടുവെക്കാം. ഡബിൾ വെച്ച് എടുക്കാട്ടോ. ഞാനിങ്ങനെ ആദ്യം ഒന്ന് എടുത്ത് നോക്കിയതാ. ഇതിലൊക്കെ ഒരു ചീര, ചുവപ്പ് ചീരയുടെ ഇത് ഒന്ന് കട്ട് ചെയ്താ കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉള്ളി കൊടുത്തിട്ട് ഉണ്ടായില്ല, നിൽക്കണേ നിന്നോട്ടെ, നമുക്കത് ഒഴിവാക്കിയിട്ട് പറിച്ചെടുക്കാം. രാവിലെ നനച്ചത് അപ്പോഴത്തേക്ക് വലിഞ്ഞു പോയിട്ടോ. എല്ലാ ചട്ടികളും നമ്മളിതാ തണുപ്പുള്ള സ്ഥലത്തേക്ക് കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. ഒരു മുറൊക്കെ കൊടുത്തിട്ടുണ്ട്, മുറത്തിലൊക്കെ ഉണ്ടാവും, നമുക്ക് നോക്കാം. ഇതിലൊക്കെ നോക്ക്, മുകളിൽ ഇങ്ങനെ കുറച്ച് ക്യാരറ്റ് കാണുന്നുണ്ട്. കഴിഞ്ഞാലും ഇങ്ങനെ മുകളിൽ ക്യാരറ്റ് ഒക്കെ കണ്ടു കേട്ടോ. നമുക്ക് ചട്ടിയിൽ നട്ടത് താഴേക്ക് പറിച്ചു നോക്കുമ്പോൾ അടിയിക്ക് പോകുമ്പോൾ അധികമൊന്നുമില്ല, ഒരു ഉരുണ്ട ക്യാരറ്റ്. പക്ഷെ ഇതിൽ മണലൊക്കെ നല്ല മിക്സ് ചെയ്തിരുന്നു. ആ ഒരു അങ്ങനെ കഴിഞ്ഞ വർഷത്തെ ഉറച്ചു പോയതുകൊണ്ടാന്ന് വെച്ചിട്ട് കള. അതിൽ ഇപ്രാവശ്യം നിറച്ചപ്പോൾ നമ്മൾ മണലും ചകിരിച്ചോറിട്ടില്ലായിരുന്നു, മണൽ കുറച്ച് നല്ല മണ്ണിനെക്കാട്ടി കൂടുതൽ മണൽ മിക്സ് ചെയ്തിരുന്നു. ഇനി നോക്കാം. അപ്പൊ തുടങ്ങല്ലേ. മുകളിൽ തന്നെ ഉണ്ട്. ആ വലിപ്പം കാണുന്നുണ്ട്. ഇതാ ഫസ്റ്റ് ക്യാരറ്റ്. നമ്മൾ കഴിഞ്ഞ വർഷത്തെ അത്ര ക്യാരറ്റ് ഇങ്ങോട്ട് ഇനി എന്താ നോക്കട്ടോ, ഒന്നും ഉറപ്പിക്കാനായിട്ടില്ല. ഇതാ ആ ഇതൊക്കെ അത്യാവശ്യം വലിപ്പുണ്ട് അല്ലേ. പക്ഷെ നീട്ടം കുറവാണ്. ഒക്കെ ഇതുപോലെ മുരടിച്ച പോലെ ആയിട്ട് വണ്ണം വെക്കുന്നു, വണ്ണമുണ്ട്, നീട്ടാണ് കുറവ്. പക്ഷെ മണലാണല്ലോ കൂടുതൽ. പിന്നെ ഇതിൽ വേറെ വീഡിയോയിൽ ഉമ്മ പറഞ്ഞിരുന്നു, ആരുടെ വീഡിയോ കണ്ടിട്ട് അതിൽ ഇതേമാതിരി ഷോർട്ടായിട്ടാണ് വരുന്നത്. ഇനി നമുക്ക് എന്താ ക്ലൈമറ്റിന്റെ പ്രശ്നം എന്താണെന്ന് അറിയില്ല. പക്ഷെ തണുപ്പും കാര്യമൊക്കെ സെറ്റ് ആയിരുന്നു, ബാക്കിയെല്ലാം നമുക്ക് റെഡി ആയതാണ്. നല്ലതാ, കുഴപ്പമില്ല കേട്ടോ. ബിയമോള് നട്ട ക്യാരറ്റ് ആയിരുന്നു സൂപ്പർ. കഴിഞ്ഞ വർഷം നല്ല നീട്ടത്തിലുള്ള ക്യാരറ്റ് കിട്ടി. അത് നമ്മൾ വിത്ത് നട്ടാണ്. ഇത് പിന്നെ അതാണ് ഞങ്ങൾ തൈകളാണ് 2 വട്ടം ഇപ്പൊ നട്ട് കേട്ടോ. തൈകൾ വാങ്ങിച്ചാ ഇത് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ പോലത്തെ കുറെ പൊട്ടിയിട്ടുണ്ടായിട്ടുണ്ട്, സ്റ്റക്ക് ആയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നല്ല വിത്തായിരുന്നു എനിക്ക് കിട്ടി. സ്വാമിനാഥ ഫൗണ്ടേഷനിൽ അവരെനിക്ക് വിത്ത് തന്നായിരുന്നു. അത് ബിയമോള് നട്ട് നല്ല സെറ്റായിട്ട് നല്ല നിറമുള്ളൊരു ക്യാരറ്റ് അല്ലേ. നീളമുണ്ട്, നല്ല അടുപ്പത്തിലുള്ളൊരു ക്യാരറ്റ്. ഇതപ്പോൾ എന്തായാലും എല്ലാം കുള്ളന്മാരെന്നെ ഇരിക്കുന്നു.
മോശമൊന്നുമല്ലേ ഉണ്ട്. നമ്മളെ ആവശ്യത്തിനുണ്ട്. നമുക്ക് കുറച്ച് ക്യാരറ്റ് ആയതുകൊണ്ട് എല്ലാം ഒന്ന് കാണിക്കാം അല്ലേ. അടുത്ത പ്രാവശ്യം എന്താ പറയുക, കൂടുതൽ ചകിരിച്ചോറൊക്കെ സെറ്റ് ആക്കിയിട്ട് ഇതാ ഇതിലില്ലേ ചീരയുണ്ട്, അല്ല ക്യാരറ്റ് ഉണ്ട്. ചീര കളയണ്ടെന്ന് വെച്ചിട്ടാ, നമ്മൾ അടുത്തെന്തെങ്കിലും നട്ടു കൊടുക്കുന്ന നമുക്ക് ഇതാ കുഴപ്പമില്ലല്ലോ. ഇതാ ഇതിൽ നോക്ക് മേലെ തന്നെ കാണുന്നുണ്ട് കേട്ടോ. പക്ഷെ ഇങ്ങനെ മേലെ കാണുമ്പോഴാണ് ഇത് വണ്ണുണ്ട്. ഇതാ ഈ ക്യാരറ്റ് വലിപ്പണ്ടേ. ഇതാ അത്യാവശ്യം വലിപ്പുണ്ട്. എന്താ മോൾ ഭാഗം നല്ല വണ്ണം വെച്ച് താഴേക്ക് ഇങ്ങോട്ട് ആ ഒരു കോൺ ഷേപ്പ് അല്ലേ വരിക, അത് വരുന്നില്ല. മണ്ണിളക്കം തന്നെയാണ് കാരണം കേട്ടോ. അവിടെ വെച്ചിട്ട് താഴേക്ക് പോകാൻ പറ്റിയ സ്റ്റെക്കായി പോകും. അപ്പം മണൽ മാത്രം പോലെ ചകിരിച്ചോറ് കുറച്ച് കൂടുതൽ ഇടണം. അല്ലെങ്കിൽ തീരെ ഉമ്മ പറയുന്നതാണ് തീരെ, ഉമ്മ അവിടെ നിന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. തീരെ മണ്ണുണ്ട് ഒഴിവാക്കുക, വളവും മിക്സ് ചെയ്യുക, മണൽ അത് മതി. എന്തായാലും നമ്മളിടുന്ന മണലൊക്കെ പിന്നെ മണ്ണായി മാറും. ഇതിൽ തന്നെ മണൽ അങ്ങനെ കാണുന്നില്ലല്ലോ, മണ്ണായില്ല. ഇതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ അത് ചെയ്തെങ്കിൽ എനിക്ക് കൊണ്ട് കുറച്ചുകൂടെ റെഡിയായി നോക്കട്ടെ. നമുക്കുള്ളതായിക്കണം കേട്ടോ. കുഞ്ഞുങ്ങൾ പറഞ്ഞിനു ക്യാരറ്റിന്റെ ജ്യൂസ് അടിക്കാൻ നമ്മൾ നോമ്പായിട്ട് പുറത്തുനിന്ന് ക്യാരറ്റ് വാങ്ങിക്കേണ്ടെന്ന് വെച്ചിട്ടാണ്. നമ്മളിത് വിളവെടുത്തിട്ട് നമുക്കൊന്ന് ജ്യൂസ് അടിച്ച് നോക്കണം. അത് സെറ്റായിട്ട് ഇങ്ങനെ ജ്യൂസ് ആക്കും കേട്ടോ. ഒന്ന് പുഴുങ്ങിയിട്ടല്ലേ, ഒന്ന് വേവിച്ചിട്ട് ജ്യൂസ് ആക്കും. അടിപൊളി ജ്യൂസാണ്. എന്തായാലും ജ്യൂസ് അടിക്കാനൊക്കെ ആയി. ജ്യൂസിന് ഉപ്പേരി പിന്നെ ഇപ്പോൾ നോമ്പായതുകൊണ്ട് ഉപ്പേരി ഒക്കെ പറഞ്ഞു. മൂത്തെന്താ ജ്യൂസാക്കാം. മോന് കൊടുക്കും, ലൈബുവിന് കൊടുക്കും. ചെറു ഒന്നുകൂടെ ഉള്ളു കേട്ടോ. പിന്നെ നോക്കാം, കാണുന്നുണ്ട് മേലെ ക്യാരറ്റ് സൂപ്പറായിട്ട് കാണുന്നുണ്ട്. ഇങ്ങനെ വരണം, ഇങ്ങനെ വന്നിട്ട് വണ്ണം വെച്ച് വരണം. പക്ഷെ അപ്പോഴത്തേക്കും സ്റ്റക്കായി പോവാണ്. ഒന്നുകൂടെ ഉണ്ട് അല്ലേ, കണ്ടില്ല. അത് വലിയ ക്യാരറ്റ് ഈ ഷേപ്പിലാണ് ശരിക്കും വരേണ്ടത്. ഇതിലെ വണ്ണം വെച്ച് വന്നാൽ നമ്മളെ ക്യാരറ്റൊക്കെ ഒന്നുകൂടെ ഭംഗിയുണ്ടാവും കാണണ്ടോ. ഇങ്ങനെയാണ് വരേണ്ടത്. ഇത് ദിയക്കുള്ള ശരിക്കും ദിയ ആണേലും കേട്ടോ. ഇപ്പൊ ഒന്ന് ക്ലാസ് പോയതാണ്. അപ്പം ഐസും ബിയും കൂടെ അല്ലേ വിളവെടുത്തത്. നട്ടത് ബിയും പിന്നെ ഐസും രണ്ടാളും കൂടെ അത്യാവശ്യം ക്യാരറ്റ് ഉണ്ട് അല്ലേ. സൂപ്പർ ക്യാരറ്റ് തന്നെയാണ്. നമുക്ക് തോന്നേ കഴുകി എടുത്തിട്ട് കാണിച്ചാൽ അല്ലേ, ഒന്നുകൂടെ വൃത്തിയാവും. കഴുകിയെടുത്തപ്പോൾ നോക്ക് നല്ല അടിപൊളിയായിട്ടുണ്ട്. പക്ഷെ നിറമൊക്കെ വന്നപ്പോൾ കണ്ടില്ലേ, നമ്മൾ ആദ്യം നട്ടയിലൊക്കെ കൂടുതൽ ക്യാരറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. വണ്ണമൊക്കെ ഉണ്ട്, കുറച്ചും കൂടെ നീട്ടുണ്ടെങ്കിൽ നമ്മളെ ക്യാരറ്റ് പൊളിയായിരിക്കും. നമ്മൾ ആദ്യം നട്ടപ്പോൾ നമ്മൾ പറഞ്ഞ് മണ്ണ് ഉറച്ചു പോയ പ്രശ്നം കൊണ്ടാണ്. അപ്പോൾ ഇതിൽ മാക്സിമം മണൽ ഇട്ടിട്ടുണ്ട്. എന്നാലും നമുക്ക് എന്ത് ചെയ്യാം, മണലും ചകിരിച്ചോറൊക്കെ കൂടെ ഒന്നും കൂടെ മിക്സ് ചെയ്താൽ കുറച്ചും കൂടെ വലിപ്പമുള്ള ക്യാരറ്റ് കിട്ടുന്നുണ്ട്. ഇനി ഇതാണോ ഇതിന്റെ കാരണം എന്ന് നമുക്കറിയില്ല. വിത്തിന്റെ നമ്മൾ കഴിഞ്ഞ വർഷം അല്ല ഹൈബ്രിഡ് വിത്ത് MS സ്വാമിനാഥൻ ഫൗണ്ടേഷന്റെ അവർ സ്റ്റാഫ് നമുക്ക് തന്നതായിരുന്നു. അവരോട് വന്ന് വിസിറ്റ് ചെയ്യാൻ വന്ന സമയത്ത് അവർ തന്നായിരുന്നു. നല്ല വിത്തായിരുന്നു, അവരെ കുറ്റി ബീംസും ഒക്കെ നല്ലതായിരുന്നു. ഇനി അത് നല്ലതായതുകൊണ്ടാണ് ഇപ്രാവശ്യം തന്ന തൈയിന്റെ പ്രശ്നമാണോ നമുക്കറിയില്ല. എന്തായാലും അടുത്ത പ്രാവശ്യം നമ്മൾ തൈ ഒഴിവാക്കിയിട്ട് വിത്ത് നട്ടിട്ട് തന്നെ ക്യാരറ്റ് ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. അപ്പൊ എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ കാര്യമാണ്. പെട്ടെന്ന് ആയി കിട്ടും ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെ. ഇനി പറ്റൂല കേട്ടോ, നമ്മളെ ക്ലൈമറ്റ് ഏകദേശം ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ തണുപ്പുള്ള സമയത്ത് തന്നെ ചെയ്യണം. ഒരു നവംബർ മുതൽ നമുക്കൊരു ജനുവരി വരെയൊക്കെ നട്ടു കൊടുക്കാം. അതിന് ഓണം അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോയിൽ എല്ലാവർക്കും നമ്മളെ ക്യാരറ്റ് ഇഷ്ടപ്പെട്ടില്ല. എന്തായാലും നല്ല അടിപൊളി ക്യാരറ്റ് അല്ലേ. ഇതായിട്ട് ഞങ്ങൾ എന്തായാലും ജ്യൂസ് അടിക്കാനാണ്. നമുക്ക് ജ്യൂസിനൊക്കെ കുഞ്ഞുങ്ങൾ പറഞ്ഞ പോലെ തന്നെ ജ്യൂസിനുള്ള ക്യാരറ്റ് നമുക്ക് ഇതിന് കിട്ടിയിട്ടുണ്ട്.